നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മാസഫലമാണ്. പൂയ നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ ഫലം. പൂയ നക്ഷത്രം വേദ ജ്യോതിഷത്തിലെ 27 നക്ഷത്രത്തിൽ 8ാമത്തേതാണ്. കർക്കിടകൻ രാശിയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത്. പോഷിപ്പിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നർത്ഥം വരുന്ന പുഷ്യ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് പൂയം എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സഹാനുഭൂതി, ജ്ഞാനം, പ്രതിരോധശേഷി എന്നിവയൊക്കെ ഉണ്ടാകും. ഇവർക്ക് സ്വതന്ത്രമായ സ്വഭാവവും ധാർമ്മികമായ കാഴ്ചപ്പാടുകളും നിസ്വാർത്ഥമായ മനോഭാവവും ശാന്തമായ പെരുമാറ്റവും കാണാം. മറ്റുള്ളവരുമായി ഇടപഴകാനും അവർക്ക് ആശ്വാസം നൽകാനും ഇവർ ഇഷ്ടപ്പെടുന്നവരാണ്. പൂയ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശനിയാണ്. ശനി അച്ചടക്കം, ലക്ഷ്യബോധം, സ്ഥിരത, കഠിനാധ്വാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ ഗുണങ്ങൾ പൂയ നക്ഷത്രക്കാർക്ക് അവരുടെ കടമകളിൽ ഗൗരവവും ഉത്തരവാദിത്ത ബോധവും നൽകുന്നു. പ്രധാന ദേവത ബൃഹസ്പതി, അതായത് വ്യാഴമാണ്. വ്യാഴം ജ്ഞാനം, വിശാലത, ആത്മീയ ജ്ഞാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇത് പൂയ നക്ഷത്രക്കാർക്ക് ആഴത്തിലുള്ള അറിവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്നു. കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രനും പൂയ നക്ഷത്രത്തെ സ്വാധീനിക്കുന്നു. ചന്ദ്രൻ വൈകാരികത, പരിപാലനം എന്നിവയെ സ്വാധീനിക്കുന്നതിനാൽ പൂയ നക്ഷത്രക്കാർക്ക് ഉയർന്ന വൈകാരിക ബുദ്ധി ഉണ്ടാകും. ലക്ഷ്മി ദേവിയും ശ്രീകൃഷ്ണനും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് സമൃദ്ധിയും ഐശ്വര്യവും സൂചിപ്പിക്കുന്നു. ശനിയുടെ അച്ചടക്കവും വ്യാഴത്തിൻ്റെ ജ്ഞാനവും ചന്ദ്രൻ്റെ വൈകാരികതയും ചേരുമ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് ശക്തമായ ഒരു ആന്തരിക സന്തുലിതാവസ്ഥ ലഭിക്കുന്നു. ഇതവരെ പ്രായോഗികവും അതേസമയം ആത്മീയവുമായ കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തെ സമീപിക്കാൻ സഹായിക്കുന്നു. 2025 ജൂലൈ മാസം പൂയ നക്ഷത്രക്കാർക്ക് നിരവധി പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളും ജ്യോതിഷ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. ഈ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. മാസത്തിൻ്റെ തുടക്കത്തിൽ പൂയ നക്ഷത്രക്കാർക്ക്, അതായത് ജൂലൈ 1 മുതൽ 15 വരെ, പൊതുവെ നല്ല ഊർജ്ജവും ആത്മവിശ്വാസവും അനുഭവപ്പെടും. മാതാവിൻ്റെയോ ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ പൂയ നക്ഷത്രക്കാരുടെ സഹജമായ പോഷിപ്പിക്കുന്ന സ്വഭാവം കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് മാതാവിനോട്, പങ്കാളിയോടുള്ള ബന്ധത്തിൽ കൂടുതൽ പ്രകടമാകും. ഇത് പരസ്പര പിന്തുണയ്ക്കും വൈകാരിക സുരക്ഷിതത്വത്തിനും വഴിയൊരുക്കും. തൊഴിൽ രംഗത്ത് മാസത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽ മേഖലയിൽ കാര്യമായ പുരോഗതിയും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണയും ലഭിക്കും. ജൂലൈ 7 യുറാനസ് മിഥുന രാശിയിലേക്ക് മാറുന്നത് തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതവും നൂതനവുമായ ആശയങ്ങൾ കൊണ്ടുവരും. ഇത് പുതിയ പ്രോജക്റ്റുകളിലേക്കോ വ്യത്യസ്തമായ തൊഴിൽ രീതികളിലേക്കോ നയിക്കാം. ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾക്കോ പുനർവിചിന്തനത്തിനോ ഇടയാകും. ദീർഘകാല പദ്ധതികൾക്ക് വീണ്ടും വിലയിരുത്തേണ്ടി വന്നേക്കാം. യുറാനസിൻ്റെ സ്വാധീനം പൂയ നക്ഷത്രക്കാർക്ക് തൊഴിൽ പുതിയത് നൂതനവുമായ വഴികൾ തുറക്കുമ്പോൾ ശനിയുടെ വക്രഗതി ഈ മാറ്റങ്ങളെ സ്ഥിരപ്പെടുത്താനും ദീർഘകാല അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്താനും സഹായിക്കും. സാമ്പത്തികമായി ഈ കാലയളവിൽ പ്രതീക്ഷിച്ചതിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. സ്വത്ത് വിൽപ്പനയിലൂടെയോ വാങ്ങിയതിലൂടെയോ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വ്യാഴം ഉദിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപങ്ങൾക്കും അനുകൂലമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ജൂലൈ 13 ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത് ചില സാമ്പത്തിക തീരുമാനങ്ങൾക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായി ആവശ്യപ്പെടാം. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി ശ്രദ്ധാപൂർവം നിക്ഷേപങ്ങൾ നടത്താൻ ഇത് പ്രേരിപ്പിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ നല്ല ആരോഗ്യവും പ്രതിരോധശേഷിയും ഒക്കെ അനുഭവപ്പെടും. എന്നിരുന്നാലും ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ പ്രേരിപ്പിക്കും. പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയും കാണുന്നുണ്ട്. ശനിയുടെ വക്രഗതി പൂയ നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതി ബന്ധങ്ങളിൽ ഐക്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. മാതാവിൽ നിന്നോ ജീവിത പങ്കാളിൽ നിന്നോ പിന്തുണ ലഭിക്കും. എന്നിരുന്നാലും ജൂലൈ 17 ബുധൻ്റെ വക്രഗതി കാരണം കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഇടയാകും. ബുധൻ്റെ വക്രഗതി കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ ആശയവിനിമയങ്ങളെ കൂടുതൽ സങ്കീർണവുമാക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും പോസിറ്റിവിറ്റിയും നിലനിൽക്കും. ജൂലൈ 20 ശുക്രൻ മകയിര നക്ഷത്രത്തിലേക്ക് മാറുന്നത് പ്രണയ ജീവിതത്തിൽ ഒരുതരം അന്വേഷണ സ്വഭാവം നൽകും. പുതിയ ബന്ധങ്ങൾ തേടാനോ നിലവിലുള്ള ബന്ധങ്ങളിൽ പുതിയ അനുഭവങ്ങൾ കണ്ടെത്താനോ താല്പര്യം തോന്നും. പൂയ നക്ഷത്രക്കാരുടെ ബന്ധങ്ങളിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശുക്രൻ്റെ മകയിര നക്ഷത്രത്തിലെ സഞ്ചാരം ഒരുതരം അന്വേഷണ മനോഭാവം കൊണ്ടുവരും. ഇത് നിലവിലുള്ള ബന്ധങ്ങളിൽ പുതിയ ആവേശം കണ്ടെത്താനോ അല്ലെങ്കിൽ താൽക്കാലികമായ ആകർഷണങ്ങളിലേക്ക് നയിക്കാനോ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധയും പുരോഗതിയും ഉണ്ടാകും. പരീക്ഷാ വിജയത്തിന് സാധ്യതയുണ്ട്. ജൂലൈ 7 യുറാനസ് മിഥുന രാശിയിലേക്ക് മാറുന്നത് പഠനത്തിൽ നൂതനമായ സമീപനങ്ങളും പുതിയ വിഷയങ്ങളുള്ള താല്പര്യം വർദ്ധിക്കും. എന്നിരുന്നാലും ജൂലൈ 17 ബുധൻ്റെ വക്രഗതി ആരംഭിക്കുന്നത് പഠനത്തിൽ ചില കാലതാമസങ്ങളോ സംശയങ്ങളോ ഒക്കെ ആവശ്യപ്പെടും. പഴയ വിഷയങ്ങൾ വീണ്ടും പഠിക്കേണ്ടി വരാം. യുറാനസിൻ്റെ സ്വാധീനം പഠനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ബുധൻ്റെ വക്രഗതി മാറ്റങ്ങളെ ആന്തരികമായി പിന്നോട്ട് വലിക്കാനും പഴയ അറിവുകളെ പുതിയ കാഴ്ചപ്പാടുകളായി ബന്ധിപ്പിക്കാനും സഹായിക്കും.
മാസത്തിൻ്റെ രണ്ടാം പകുതി നോക്കുമ്പോൾ, അതായത് 16 മുതൽ 31 വരെ, ഈ കാലയളവിൽ ഗ്രഹങ്ങളുടെ വക്രഗതി കാരണം ചില വെല്ലുവിളികളും കാലതാമസങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ആന്തരിക ശക്തിയും അച്ചടക്കവും ഈ വഴി മറികടക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ശനി വക്രഗതിയിലായതിനാൽ ചില തടസ്സങ്ങൾ നേരിടും. എന്നിരുന്നാലും ക്ഷമയോടും ശ്രദ്ധയോടും പ്രവർത്തിച്ചാൽ വിജയം നേടാൻ സാധിക്കും. സാമ്പത്തികമായി പുരോഗതിയും ദ്രവ്യ ലാഭവും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ശനിയുടെ വക്രഗതി സാമ്പത്തിക തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യപ്പെടുന്നുണ്ട്. ബുധൻ വക്രഗതിയിലായതിനാൽ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത നിൽക്കുമ്പോഴും ഗ്രഹങ്ങളുടെ വക്രഗതി സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലഘുവായ ദേഹാസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിയുടെയും ബുധൻ്റെയും വക്രഗതി ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബപരമായ ജീവിതത്തിൽ സുനിശ്ചിതത്വം കാലക്രമേണ പ്രബലപ്പെടും. ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ക്ഷമയോടെ തുറന്ന മനസ്സോടെ പെരുമാറുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ചില പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും പൂയം നക്ഷത്രക്കാരുടെ സഹജമായ പരിപാലന സ്വഭാവം ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും. പ്രണയബന്ധങ്ങൾ ചെറിയ ഈഗോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പരമുള്ള സ്നേഹം ശക്തമായി നിലനിൽക്കുമെങ്കിലും ജൂലൈ 26 ശുക്രൻ മിഥുന രാശിയിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ഉണർവും ആശയവിനിമയം കൊണ്ടുവരികയും ചെയ്യും. പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള മാറ്റം പ്രണയബന്ധങ്ങളിൽ പുതിയ ഊർജ്ജം നൽകുമെങ്കിലും യുറാനസിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത സംഭവങ്ങൾക്കും സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അനുകൂല സമയമാണെന്നാണ് പറയുന്നത്. അതിനാൽ ജൂലൈയിൽ അതിനുള്ള അടിത്തറയിടാൻ സാധിക്കും. ബുധൻ വക്രഗതിയിലായതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും പുനരവലോകനവും ആവശ്യമാണ്. ജൂലൈയിലെ ഗ്രഹസ്ഥിതി പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു ആഴത്തിലുള്ള പഠന കാലഘട്ടം നൽകുന്നുണ്ട്. ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് 2025 ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാനും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന ദോഷപരിഹാരങ്ങൾ നോക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹങ്ങളുടെ വക്രഗതി പൂയം നക്ഷത്രക്കാർക്ക് ആന്തരികമായ ഒരു ശുദ്ധീകരണ കാലഘട്ടം നൽകുന്നു. ഈ പരിഹാരങ്ങൾ ബാഹ്യമായ പ്രശ്നങ്ങളെ നേരിടാൻ മാത്രമല്ല അവരുടെ ആന്തരിക ശക്തിയും വിവേകവും വർദ്ധിപ്പിക്കാനും സഹായിക്കും. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കും. ആത്മപരിശോധനയും പുനർവിചിന്തനവും വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഇത് വളരെ പ്രധാനവുമാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംസാരത്തിലും എഴുത്തിലും ശ്രദ്ധിക്കുക. ശനിയുടെ സ്വാധീനം കാരണം ഇത് വളരെ പ്രധാനമാണ്. കൃത്യമായ ഉറക്കം, ഭക്ഷണം, വ്യായാമം എന്നിവ പാലിക്കുന്നത് നല്ലതാണ്. ശനി ബീജ മന്ത്രം, വിഷ്ണു സഹസ്രനാമം, ഹനുമാൻ ചാലിസ എന്നിവ ജപിക്കുന്നത് ഗുണകരമാണ്. ശനിയുടെ വക്രഗതിക്ക് ശനി പൂയം നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹമായതിനാൽ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പരിഹാരങ്ങളാണ് പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. ശനിയാഴ്ചകളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലെ ആൽമരത്തിനടിയിൽ കടുകെണ്ണ വിളക്ക് കൊളുത്തുക. കറുത്ത പശുക്കൾക്ക് ഭക്ഷണം നൽകുക. കറുത്ത നായ്ക്കൾക്കും കാക്കയ്ക്കും ഭക്ഷണം നൽകുക. ശനി ബീജ മന്ത്രം ജപിക്കുക. ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തെയും ബുദ്ധിയെയും ബാധിക്കുന്നതിനാൽ മഞ്ഞയും സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കളും ദാനം ചെയ്യുക. ലക്ഷ്മി ദേവിയെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുക. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരായതിനാൽ ഇത് ഐശ്വര്യവും സമൃദ്ധിയൊക്കെ കൊണ്ടുവരും. 2025 ജൂലൈ പൂയം നക്ഷത്രക്കാർക്ക് ആന്തരിക വളർച്ചയും പുനർവിചിന്തനവും ഊന്നൽ നൽകുന്ന ഒരു മാസമാണ്. ശനിയുടെയും ബുധൻ്റെയും വക്രഗതി ഈ മാസത്തെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളാണ്. ഇത് ആത്മപരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനും വഴിയൊരുക്കുന്നുണ്ട്. ശനി പൂയം നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹമായതിനാൽ ഈ വക്രഗതി പൂയം നക്ഷത്രക്കാർക്ക് ഒരു കർമ്മശുദ്ധീകരണ കാലഘട്ടം നൽകുന്നു. ഇത് ബാഹ്യമായ നേട്ടങ്ങളെക്കാൾ ആന്തരികമായ സ്ഥിരതയ്ക്കും വ്യക്തിത്വ വികാസത്തിനും പ്രാധാന്യം നൽകുന്നു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ അച്ചടക്കം, ക്ഷമ ഇവയൊക്കെ ആവശ്യമാണ്. ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ നൽകുന്ന ഉൾക്കാഴ്ച ഉപയോഗിച്ച് പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും പുലർത്താൻ സാധിക്കും. പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ സഹജമായ ജ്ഞാനം പരിപോഷിപ്പിക്കുന്ന സ്വഭാവം ഉപയോഗിച്ച് ഈ മാസത്തെ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടാൻ സാധിക്കും. പരിഹാരങ്ങൾ ചിട്ടയോടെ പാലിക്കുന്നത് പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതവരെ കൂടുതൽ ശക്തരും ആത്മവിശ്വാസമുള്ളവരുമാക്കും. ഈ കാലയളവിൽ ആന്തരികമായ ക്രമീകരണവും സ്വയം തിരുത്തലുകളും ഭാവിയിലെ ബാഹ്യ വിജയങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകും.